അതെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് അല്ലെങ്കിൽ ആ ഓൺഗോയിങ് സമയത്ത് നമ്മൾ കറക്റ്റ് ഭയങ്കര ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നുണ്ട്, വി ആർ ഈറ്റിംഗ് ഓൺ ടൈം, വി ആർ ഹാവിങ് ലോട്ട് ഓഫ് വാട്ടർ, പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞാൽ അപ്പം തന്നെ യു സ്റ്റോപ്പ് ഓൾ ദ സപ്ലിമെൻറ്റ്സ് അല്ലേ? നിങ്ങളിൽ കേൾക്കുന്ന എത്ര ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഇല്ല. ഒരു 3 months ഒക്കെ ഡോക്ടറെ കൺസൾട്ടേഷൻ പോകുന്നത് വരെ, ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് വരെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിനുശേഷം യു ഓൾ സ്റ്റോപ്പ് ഓൾ സോഴ്സ് ഓഫ് സപ്ലിമെൻറ്റ്സ്. പിന്നെ നമ്മളായാലും കുട്ടികളെ നോക്കാനാണ് കൂടുതൽ എഫേർട്ട് ഇടുക. നമ്മൾ കെയർ ചെയ്യുന്നത് വളരെ കുറവല്ലേ. സോ നമ്മൾ ഉറങ്ങാറില്ല. ദാറ്റ് ഈസ് വൺ റീസൺ ഫോർ യുവർ ഹെയർ ലോസ്. പിന്നെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കൂല, നന്നായിട്ട് വെള്ളം കുടിക്കൂല. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് പാല് കൊടുക്കുന്നത് കൊണ്ട് അതിൽ കുറേയൊക്കെ പോവും. പിന്നെ വെള്ളം കുടിക്കുന്നതും ഒരുപാട്, നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൽ കൂടുതലും ഉള്ളത് വാട്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വെറുതെ പാലുണ്ടാവണം എന്ന് വിചാരിച്ച് വാരി അതൊന്നും കഴിക്കാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, എഗ്ഗ്, പ്രോട്ടീൻ ആയിട്ടുള്ള കഴിക്കുക, ലീഫി വെജിറ്റബിൾസ്, അതായത് സ്പിനച്ച്, കേല് കിട്ടില്ല നാട്ടിൽ, എന്നാലും മൊരിങ്ക ലീവ്സ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയില, അത് ഭയങ്കര നല്ലതാണ് ഹെയർ ഫോൾ. പിന്നെ ഹെൽത്ത് വൈസും ഭയങ്കര ബെനിഫിഷ്യലാണ്. ഇറ്റ് ഇസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുമ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഓരോ നേരവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ നല്ല ബ്രാൻഡാണെന്നതും കൂടിയുള്ളത് ശ്രദ്ധിക്കണം.